സംസ്ഥാനത്ത് പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ക്യാമ്പയിൻ ജനുവരി 30 മുതൽ ആരംഭിക്കുമെന്ന് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ. കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനും സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനും ഉള്ളതുപോലെ പുരുഷന്മാർക്കും കമ്മീഷൻ വേണമെന്നാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 MLA-മാരുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പുകളില്ലെന്ന് പോലീസ് അറിയിച്ചതിന് പിന്നാലെ കൊച്ചിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിലാണ് രാഹുൽ ഈശ്വർ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും പ്രതിരോധിക്കാനും ആരുമില്ലെന്നറിഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിലും പൊതുസമൂഹത്തിന് മുന്നിലും വേട്ടയാടുന്നത്. പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ലീഗലി അനാഥരാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുമുണ്ട്. എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ? വനിതകൾ മനുഷ്യരാണല്ലോ. വനിതാ കമ്മീഷന് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കാരണം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ബാലാവകാശ കമ്മീഷൻ. അതേപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെയും മറ്റുള്ളവരെയും വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത്. ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുമുള്ള ഈ നിലപാട് തുടരും. ഈ വരുന്ന ജനുവരി 30-ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും. ഉമ്മൻചാണ്ടിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അതിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. 2 MLA-മാരോട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകും. ഒന്ന് ചാണ്ടി ഉമ്മനാണ്. ചൊവ്വാഴ്ച അദ്ദേഹത്തെ കണ്ട് നിവേദനം നൽകും. എൽദോസ് കുന്നപ്പള്ളി MLA-യുമായി നേരിട്ട് കണ്ട് ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതേസമയം സോഷ്യൽ മീഡിയകളിലൂടെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാം വകുപ്പുകളില്ലെന്ന് കൊച്ചി പോലീസും അറിയിച്ചു. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ കോടതി വഴി പരാതി നൽകണമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.